പലപ്പോഴും പാലിയേറ്റീവ് കെയർ എന്ന് കേൾക്കുമ്പോൾ ഭയമാണ് കൂടുതൽ ആളുകൾക്കും. ഇനിയൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് പാലിയേറ്റീവ് കെയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് റെഫർ ചെയ്യുന്നതെന്ന തെറ്റായ ധാരണ കാരണം പലപ്പോഴും ഈ ചികിത്സാ രീതിയുടെ ഗുണങ്ങൾ ആവശ്യമുള്ളവർക്ക് കിട്ടാതെ വരുന്നുണ്ട്. പാലിയേറ്റീവ് കെയർ അഥവാ സപ്പോർട്ടീവ് കെയറിൻ്റെ ചികിത്സാ രീതിയെ പറ്റിയുള്ള ബോധവൽക്കരണമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാഹിറ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഫിസിഷ്യൻ. നമസ്കാരം, ഞാൻ ഡോക്ടർ വിനീത റിജു, കൺസൾട്ടൻറ്റ് പെയിൻ ആൻഡ് പാലിയേറ്റീവ്. പാലിയേറ്റീവ് കെയർ അഥവാ സപ്പോർട്ടീവ് കെയർ എന്താണെന്ന് ഡോക്ടർ ഒന്ന് വിശദീകരിക്കാമോ? ജീവൻ അപകടപ്പെടുത്തുന്ന ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനായിട്ട് അത് സംബന്ധിച്ചിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഒഴിവാക്കാനും അത് തടയാനും പാലിയേറ്റീവ് കെയർ ലക്ഷ്യമിടുന്നു. ഇപ്പോൾ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ അതൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അതിൽ രോഗി അനുഭവിക്കുന്ന ശാരീരിക പ്രശ്നങ്ങൾ മാത്രമല്ല, നേരെ മറിച്ച് അതിൻ്റെ ഒപ്പം തന്നെയുള്ള സൈക്കോളജിക്കൽ ഇഷ്യൂസ്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, സാമൂഹിക പ്രശ്നങ്ങളാകാം, ആത്മീയമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം, ഇതെല്ലാം തന്നെ തരണം ചെയ്യാനായിട്ട് ഒരു വ്യക്തി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സമീപന രീതിയിലൂടെയാണ് ഇത് സാധ്യമാകുന്നത്. ക്യാൻസർ ചികിത്സയിൽ സപ്പോർട്ടീവ് കെയറിന്റെ പങ്ക് എന്തൊക്കെയാണെന്ന് ഡോക്ടർ ഒന്ന് വിശദീകരിക്കും. ക്യാൻസർ രോഗം നിർണ്ണയിക്കപ്പെടുന്ന ആ ഘട്ടത്തിൽ തന്നെ മിതമായ ഒരു അളവിൽ സപ്പോർട്ടീവ് കെയറും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി തീരുന്നു. ക്യാൻസർ അൺസ്റ്റേബിൾ അല്ലെങ്കിൽ അഡ്വാൻസ് ഡിസീസിലേക്ക് ആകുമ്പോൾ സപ്പോർട്ടീവ് കെയർ ട്രീറ്റ്മെന്റും മാനേജ്മെന്റിന്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ചുരുക്കത്തിൽ ക്യാൻസറിന്റെ ഏത് സ്റ്റേജിലായാലും സപ്പോർട്ടീവ് കെയർ ഒരു തണലായി കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഡോക്ടർ, നമ്മൾ എന്തെല്ലാമാണ് പാലിയേറ്റീവ് കെയർ അഥവാ സപ്പോർട്ടീവ് കെയറിൽ ചെയ്യുന്നത്? പൊതുവെ രോഗികളിൽ നമ്മളിപ്പോൾ രോഗത്തെ പറ്റിയുള്ളൊരു ആശങ്ക കാണലുണ്ട്, അല്ലെങ്കിൽ രോഗാവസ്ഥ കൊണ്ട് ഉണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകൾ, അതിപ്പോൾ പലതും ആകാം. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ കാണുന്നത് വേദനയാണ് അല്ലേ? അപ്പോൾ വേദന, ഛർദി, അല്ലെങ്കിൽ ശ്വാസ തടസ്സം, ചുമ, മരവിപ്പ്, നീർവീക്കം, അല്ലെങ്കിൽ മാനസിക ഭ്രമം, അപസ്മാരം, അമിതമായ മയക്കം, ഉത്കണ്ഠ, വിഷാദം, ഇതേപോലെയുള്ള പലതരം സിംറ്റംസ് കുറയ്ക്കാനും അത് മാനേജ് ചെയ്യാനും സപ്പോർട്ടീവ് കെയർ കൊണ്ട് നമുക്ക് സാധ്യമാണ്. വേദന രോഗിയെ ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും തളർത്തുന്നു. 80% ക്യാൻസർ രോഗികൾ അതിതീവ്രമായ വേദന അനുഭവപ്പെടുന്നതായിട്ട് പല പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു ഹോളിസ്റ്റിക് ആൻഡ് മൾട്ടി ഡിസിപ്ലിനറി ഒരു ടീമിന്റെ സഹായം കൊണ്ട് മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് ഈ വേദന കുറയ്ക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ചില മുഴകൾ, മുറിവുകൾ അല്ലെങ്കിൽ പൊട്ടലുകൾ കൊണ്ട് ഉണ്ടാവുന്ന വേദന സംഹരിക്കാനായിട്ട് മെഡിക്കൽ അല്ലെങ്കിൽ സർജിക്കൽ അല്ലെങ്കിൽ റേഡിയേഷൻ ഓൺകോളജിയുടെ ട്രീറ്റ്മെന്റ് നിർവാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒപ്പം തന്നെ വേദന സംഹാരികൾ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യവും വരാറുണ്ട്. വേദന സംഹാരികൾ പല തരത്തിലുണ്ട്. അതിലിപ്പോൾ ഇഞ്ചക്ഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗുളിക, ഒട്ടിക്കുന്ന മരുന്നുകൾ, അല്ലെങ്കിൽ സിറപ്പ്, പുരട്ടുന്ന മരുന്നുകൾ, അല്ലെങ്കിൽ നാവിൻ്റെ അടിയിൽ വെക്കുന്ന മരുന്നുകൾ. ഇപ്പോൾ ഈ ചില മരുന്നുകൾ ഇപ്പോൾ ഒട്ടിക്കുന്ന മരുന്നുകളായാലും നാവിൻ്റെ അടിയിൽ വെക്കുന്ന മരുന്നുകളായാലും ശരീരത്തിൽ എവിടെ വേദനയുണ്ടെങ്കിലും അതെല്ലാം ഒരേപോലെ കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ്. ഇന്റഗ്രേറ്റഡ് ക്യാൻസർ കെയർ ക്ലിനിക് എന്താണ്? ജനുവരി 15 നമ്മുടെ കേരളത്തിലെ പാലിയേറ്റീവ് കെയർ ദിനമായി ആചരിക്കുകയാണല്ലോ. ആ ദിവസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ഡേ കെയർ കീമോതെറാപ്പി യൂണിറ്റിൽ സപ്പോർട്ടീവ് കെയർ ഡിപ്പാർട്ട്മെന്റ് ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് ക്യാൻസർ കെയർ ക്ലിനിക് അഥവാ ICC ക്ലിനിക്. കീമോതെറാപ്പിയുടെ സമയത്ത് ഉണ്ടാവുന്ന സൈഡ് ഇഫക്ട്സ് ആയാലും സിംറ്റംസ് ആയാലും ഇത് രോഗിയുടെ ദിനചര്യത്തെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ സിംറ്റംസിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട്, ഇതെല്ലാം വളരെ കൃത്യമായി മനസ്സിലാക്കി മരുന്നുകൾ കൊണ്ടോ അല്ലെങ്കിൽ വളരെ ലഘുവായിട്ടുള്ള മോഡിഫിക്കേഷൻ, ചികിത്സാ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ആകാം, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽസിലുള്ള മോഡിഫിക്കേഷൻസ് ആകാം, ഇതെല്ലാം വെച്ചിട്ട് ബുദ്ധിമുട്ടുകൾ കുറച്ച് നമുക്ക് ഉപദേശങ്ങൾ നൽകാവുന്നതുമാണ്. ചികിത്സയുടെ പാതയിൽ രോഗിയുടെ ഒപ്പം നടന്ന് അവരുടെ ജീവിത നിലവാരം കൂട്ടാനും ഇത് സഹായിക്കും. ഡോക്ടറിന് അറിയാമല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ചോദ്യമാണ് മോർഫിന്റെ സൈഡ് ഇഫക്ട്സും മോർഫിനെ കുറിച്ചുള്ള മറ്റു സംശയങ്ങളും. അപ്പോൾ മോർഫിനെ കുറിച്ച് ഒരു ബോധവൽക്കരണം കൊടുക്കാം. അതികഠിനമായ വേദനകൾ തരണം ചെയ്യാനായിട്ട് പലപ്പോഴും മോർഫിൻ പോലത്തെ വീര്യം കൂടിയ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്.
ഇതിലിപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നത് എന്താന്ന് വെച്ചാൽ മോർഫിനെ പറ്റി ഈ പറഞ്ഞ പോലെ അതിനെപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ, അതിനെപ്പറ്റി പേടി, ഇത് നല്ലതാണോ, ശരീരത്തിന് കേടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. വേദന ഉള്ള ഒരു വ്യക്തി കറക്റ്റായ ഡോസിൽ മോർഫിൻ എടുത്തു കഴിഞ്ഞാൽ, അതും കറക്റ്റായ സമയ വിടവിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന് പാർശ്വഫലങ്ങൾ ഇല്ലാന്ന് തന്നെ പറയാം. പലപ്പോഴും രോഗി വേദന അനുഭവപ്പെടാനുള്ള ഒരു കാരണം പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളാണ്. അതായത് വേദന സംഹാരികൾ കഴിക്കരുത്, അത് നല്ലതല്ല, കിഡ്നിക്ക് കേടാണ്. ഒരുപാട് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന മരുന്നുകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അത് കറക്റ്റായ ഡോസിൽ ഈ പറഞ്ഞതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് ഒരു കേടുവുമില്ല. മാത്രവുമല്ല, വളരെ നല്ല പെയിൻ റിലീഫ് കിട്ടിയിട്ട് രോഗിയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു പക്ഷേ ചിലപ്പോൾ ദീർഘകാലം ഇത്തരത്തിലുള്ള വേദന സംഹാരികൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. ഇതിൽ തെറ്റില്ല. കറക്റ്റായ ഡോസിൽ മോർഫിൻ പോലത്തെ വീര്യം കൂടിയ മരുന്നുകൾ കഴിക്കുമ്പോൾ രോഗിക്ക് വേദന ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ലഹരിശീലം ഉണ്ടാകില്ല, അതേപോലെ തന്നെ മയക്കവും ഉണ്ടാകില്ല. ഇതിൽ പലപ്പോഴും പേടിക്കുന്ന ഒരു കാര്യം, അതായത് മരണം വേഗത്തിൽ ആകുമോ എന്നുള്ളത്, അതും ഉണ്ടാവാറില്ല. ഏതൊരു സ്റ്റേജ് ക്യാൻസറിലും അതികഠിനമായ വേദന അനുഭവിക്കുന്ന രോഗികൾക്ക് മോർഫിൻ വളരെ ഫലപ്രദമാണ്. പെയിൻ മാനേജ് ചെയ്യാൻ മറ്റു മാർഗങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഇപ്പോൾ നമ്മൾ പലപ്പോഴും വേദന സംഹാരികളുടെ ഒപ്പം തന്നെ മറ്റുള്ള പ്രൊസീജിയേഴ്സും പറയലുണ്ട്. ഇതിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം ഇന്റർവെൻഷണൽ പെയിൻ പ്രൊസീജിയേഴ്സ് ആണ്. അതായത് നെർവിലേക്ക് ബ്ലോക്കുകൾ കൊടുക്കുകയും അല്ലെങ്കിൽ പേശികളിലേക്ക് ട്രിഗർ പോയിന്റ് ഇഞ്ചെക്ഷൻസ് പോലത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യാറുണ്ട്. ഇത് കൂടാതെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ്റെ ഡിപ്പാർട്ട്മെന്റ് കീഴിൽ ചെയ്യുന്ന ചില പ്രൊസീജിയേഴ്സും ഡിവൈസുകളും വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടും നമുക്ക് പെയിൻ വളരെ നല്ലപോലെ കുറയ്ക്കാൻ പറ്റും. ഒരു ചെറിയൊരു പക്ഷം ആൾക്കാർക്ക് പലപ്പോഴും നമുക്ക് കൗൺസിലിങ്ങും വേണ്ടി വരലുണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കോ ഓൺകോളജി ടീമിൻ്റെയും ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഒരു ടീമിൻ്റെ ഒരു ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. പാലിയേറ്റീവ് കെയർ അഥവാ സപ്പോർട്ടീവ് കെയർ പ്രത്യാശ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണോ? ഒരിക്കലും അല്ല. ഇത് നേരെ മറിച്ച് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒപ്പം ചേർന്ന് നിന്ന് രോഗം ബാധിച്ചിട്ടുള്ള വ്യക്തികളിൽ പ്രത്യാശ നൽകുന്ന ഒന്നാണ്.